പ്രത്യുൽപാദന ഭാഗത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? പെൺപ്രത്യുൽപാദന ഭാഗത്തിന്റെ ബീജം എവിടെയാണ് എന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, ഇനി സ്റ്റേമൻ. സ്റ്റേമൻ എന്ന് പറയുന്നത് ആൺ പ്രത്യുൽപാദന ഭാഗത്തിന്റെ പാർട്ടാണെന്ന് നമുക്കറിയാം. അപ്പൊ ആൻഡ്രീഷ്യം ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ആൻഡ്രീഷ്യം ഇസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ആൻഡ്രീഷ്യം ഇസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൻസ്. ഇത് നമുക്ക് അറിയാവുന്ന സാധനം. കേസരപുടമാണ് ആൺ പ്രത്യുൽപാദന ഭാഗം. കേസരം സ്റ്റേമൻ. കേസരങ്ങൾ സ്റ്റേമൻസ് ആണ് എന്ത്? ആൺ പ്രത്യുൽപാദന ഭാഗത്തിന്റെ ഇമ്പോർട്ടന്റ് ആൾക്കാർ. സ്റ്റേമൻസ് ചേർന്നിട്ടാണ്, കേസരങ്ങൾ ചേർന്നിട്ടാണ് കേസരപുടം ഉണ്ടാകുന്നത്. ഒരു കേസരത്തിൽ അപ്പൊ നമ്മൾ ഒരു സ്റ്റേമൻ പുറത്തെടുത്തു. ചെമ്പരത്തി പൂവിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ മറ്റേ മഞ്ഞ കളർ കാണുന്നു എന്ന് പറയില്ലേ, ഇതിലെ ഒരു ഭാഗം മാത്രം നമ്മൾ ഒരു ഫോർസിപ്പ് എടുത്തിട്ട് ഇങ്ങനെ പുറത്തോട്ട് എടുത്തു. ഓക്കെ, എനിക്ക് കണ്ണുപോലും കാണുന്നില്ല, എന്താണെങ്കിലും ഇങ്ങനെ നമ്മൾ പുറത്തോട്ട് എടുത്തു. ഇതിൽ കുറേ എണ്ണം വന്നു കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒരു പേപ്പറിൽ വെച്ചു. അപ്പൊ നമ്മൾ എങ്ങനെ കാണുവേടാ മക്കളെ? ഇത് കണ്ടോ, ഇതില് ഒരു ഫിലമെന്റും ഉണ്ടാവും, അതിന്റെ പുറത്ത് ആ മഞ്ഞ കളറിലുള്ള സാധനം ഉണ്ടാവും. ഫിലമെന്റ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ട്യൂബ് പോലെ ഉണ്ടാവും. ഫിലമെന്റ് തന്തുകം. അപ്പൊ നോക്കട, ആൻഡ്രീഷ്യം. നമ്മൾ മെയിലിന്റെ പാർട്ട് നോക്കുവാണ്. നമ്മൾ എവിടെയാണ് ചേട്ടാ മെയിൽ ഗാമേറ്റ് ഒളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആൺ ബീജം എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് കാണാൻ പോവാ. അതിന് നമ്മൾ ആൻഡ്രീഷ്യം, ആൺ പ്രത്യുൽപാദന അവയവത്തിനെ പറ്റിയിട്ട് നമ്മൾ അറിയണം. ആൻഡ്രീഷ്യം ഇസ് കമ്പോസ്ഡ് ഓഫ്, ഇൻ ആൻഡ്രീഷ്യം ഹാസ് മെനി, കുറേ സ്റ്റേമൻ ഉണ്ടാവും. ഒരു സ്റ്റേമനിൽ 2 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാ? ഫിലമെന്റ്. ഫിലമെന്റ് ദേ കിടക്കുന്നു. ഫിലമെന്റ് ദേ ഒരു ഫിലമെന്റ്. ഓക്കെ, ഫിലമെന്റ്. ഫിലമെന്റ് ഉണ്ടാവും. ഫിലമെന്റ് എന്താണ്? ഫിലമെന്റിന്റെ പേരാണ് തന്തുകം. എന്താണ്? തന്തുകം. ഓക്കെ, മലയാളം പേര്. ഓക്കെ, ഫിലമെന്റും ഉണ്ടാവും. അതുപോലെ തന്നെ ആൻതർ ഉണ്ടാകും. ആൻതർ. ആൻതർ ആണ് ഇമ്പോർട്ടന്റ് ആള് കേട്ടാ. ഫിലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിച്ചു വെക്കാനായിട്ട് ഒരു ചേട്ടൻ, അത്രേ ഉള്ളൂ. ആൻതർ എന്ന് പറയുന്ന പരാഗി, അതെന്ന് പറയുന്നത് ഒരു ബാഗ് പോലെയാണ്. ഇത് കണ്ടോ, 2 ഗുണ്ടു ഗുണ്ടു സാധനങ്ങളാണ്, ഉണ്ടയായിട്ടുണ്ടാവും. ഇത് ഒരു ബാഗ് പോലെയാട്ടോ. ഇതിങ്ങനെ കുറച്ച് തടി ഉണ്ടാവും, ഉണ്ടയായിട്ടുണ്ടാവും. ഇതിന് ഞാൻ മുറിച്ച പരാഗി. അപ്പൊ നോക്കിക്കോ, ആൻഡ്രീഷ്യത്തിന്റെ ഉള്ളിൽ, അതായത് കേസരപുടത്തിന്റെ ഉള്ളിൽ, ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കേസരപുടം. ഈ കേസരപുടം ഹാസ് മെനി, കുറേ കേസരങ്ങളുണ്ട്. ഈ കേസരത്തില് ഒരു കേസരം ഞാൻ എടുത്തു, അതിൽ ഒരു തന്തുകമുണ്ട്, ഫിലമെന്റ് ഉണ്ട്, പിന്നെ പരാഗി ഉണ്ട്. പരാഗി എന്ന് പറയുന്നത് ഒരു ബാഗ് പോലെയാണ്. പരാഗിയുടെ ഉള്ളിൽ, അതായത് ആൻതറിന്റെ ഉള്ളിലാണ് നമ്മുടെ ആരുള്ളത്? ആൺബീജമാണോ? ആയില്ല, ആൺബീജത്തിന് കണ്ടു കിട്ടിയിട്ടില്ല ഇതുവരെ. നമ്മള് ആൻതറിന് ഞാൻ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ എടുത്തു നോക്കി എന്ന് വിചാരിച്ചോ. അപ്പൊ ഇതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ, ഇതൊരു ബാഗ്. ഓക്കെ, ഇത് ഞാൻ വെട്ടിയിട്ട് നോക്കാണ്, ഇങ്ങനെ നോക്കാണ്. ഇതിന്റെ ഉള്ളിൽ മുഴുവനും കുറെ കുത്തു 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 പൂമ്പോൾ കുത്തു 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 കാണാൻ പറ്റും. പരാഗരേണുക്കൾ, അതായത് പൂമ്പൊടി, പോളൻ ഗ്രെയിൻസ്. ഇതിന്റെ ഉള്ളില് പരാഗരേണുക്കൾ ഉണ്ടാവും. ആരാ? പരാഗിയുടെ കുറെ ഉണ്ടാവും, കുറെ പരാഗരേണുക്കൾ. പോളൻ ഗ്രെയിൻസ് എന്തുണ്ടാവും? പോളൻ ഗ്രെയിൻസ്. പിന്നെ പോളൻ. അപ്പൊ ഗ്രെയിൻസ് ആളെ കിട്ടിയോ? ഇല്ല. പോളൻ ഗ്രെയിൻസ്. എന്താ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്? പരാഗ രേണുക്കൾ. ഒരു പരാഗരേണു കൊറേ ഉണ്ടാവും കേട്ടാ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതാണ് നമ്മുടെ ചെമ്പരത്തി. ചെമ്പരത്തിയില് ദേ കണ്ടോ, ഒരു ഫിലമെന്റും ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു ആൻതറും ഉണ്ട്, ഒരു തന്തുകവും ഉണ്ട്, തന്തുകത്തിന്റെ മുമ്പ് ഉള്ളില് പരാഗി ഉണ്ട്. അങ്ങനെ കുറെ പേരുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ കൊട പോലെ ഇരിക്കുന്ന സാധനത്തിന് ഞാൻ മുറിച്ചു നോക്കി. മൈക്രോസ്കോപ്പ് വെച്ചിട്ട് മുറിക്കുമ്പോൾ, നമ്മളെ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് കണ്ടിട്ട് നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് മുറിച്ചു നോക്കി. അതിന്റെ ഉള്ളില്, ഒരെണ്ണത്തിന്റെ ഉള്ളില് കുറെ പോളൻ ഗ്രെയിൻസ് ഉണ്ട്, പരാഗരേണുക്കൾ ഉണ്ട്. ആ പരാഗരേണുവിന്റെ ഉള്ളിലാണ്, ഇതിന്റെ ഉള്ളിലാണ് പുംബീജം അല്ലെങ്കിൽ ആൺബീജം, മേൽ ഗാമേറ്റ്. ഇതിന്റെ ഉള്ളിലാണ് മേൽ ഗാമേറ്റിനെ കാണുന്നത്. 2 മേൽ ഗാമേറ്റ് ഉണ്ടാവും. ഒരു പോളൻ ഗ്രെയിനിന്റെ ഉള്ളിൽ 2 മേൽ ഗാമേറ്റ്. എന്താ അതിന്റെ പേര്? പുംബീജം. പുംബീജം. ഓക്കെ, പുംബീജത്തിനെ കാണും. ഓക്കെ, ഇങ്ങനെയാണ് ആൺബീജത്തിനെ കണ്ടുകിട്ടിയ.
ആൺബീജം അപ്പുറത്തിരിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ആൺ ആൺ പ്രത്യുൽപാദന ഭാഗമാണ്. ആൻഡ്രീഷ്യം എന്ന് പറയുന്ന കേസരകൂടം, കേസരങ്ങൾ ചേർന്നിട്ടാണ്, സ്റ്റേമെൻസ് ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സ്റ്റേമനിൽ ഫിലമെന്റ്, അതായത് തന്തുകമുണ്ട് മക്കളെ. അതിന്റെ മുകളിൽ ആൻഥർ ഉണ്ട്. ആൻഥർ എന്ന് പറയുന്ന പരാഗിയെ ഞാൻ മുറിച്ചു നോക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്ന പരാഗരേണുക്കൾ ഉണ്ടാവും. പരാഗരേണുവിന്റെ ഉള്ളിലാണ്. അപ്പൊ കുറേ സ്റ്റേമൻ ഉണ്ട്, കുറേ സ്റ്റേമെന്റ്സ് ഉണ്ട്. എല്ലാത്തിന്റെ മുകളിലും ആൻസർ ഉണ്ട്. ആൻസറിനെ ഞാൻ മുറിച്ചു നോക്കി, പരാഗിയെ ഞാൻ മുറിച്ചു നോക്കി. എല്ലാ പരാഗികളുടെ ഉള്ളിലും കുറേ പരാഗരേണുക്കൾ, പോളൻ ഗ്രെയിൻസ് ഉണ്ട്. ഒരു പോളൻ ഗ്രെയിൻ, അങ്ങനെ കുറേ പോളൻ ഗ്രെയിൻസിൽ, എല്ലാ പോളൻ ഗ്രെയിൻസിലും രണ്ട് 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 വീതം ആൺബീജങ്ങൾ ഉണ്ടാവും, പുംബീജങ്ങൾ ഉണ്ടാവും. അപ്പൊ പുംബീജങ്ങളെ, ആൺബീജത്തിനെ വഹിക്കുന്ന എന്താ പറയാ, അറകളാണ്, ഭാഗങ്ങളാണ് ആൺബീജത്തിനെ വഹിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്തുള്ള സാധനം ഞാൻ പുറത്തോട്ട് എടുക്കുകയാണ്. ഇപ്പൊ വേറെ കളറിൽ കൊടുത്തു എന്ന് വിചാരിച്ചോ. ഓക്കെ, നമുക്ക് മഞ്ഞ കളറിൽ നമ്മൾ കൊടുത്തു എന്ന് വിചാരിച്ചു. പോളൻ ഗ്രെയിനിന് മഞ്ഞ 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 ഇതിൽ പുറത്തോട്ട് ഞാൻ ഒരെണ്ണ എടുത്തിട്ട് വലുതാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ രണ്ട് അപ്പൊ ആൺബീജത്തിനെ വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ. പോളൻ ഗ്രെയിൻസ് contain male gametes. So androecium is composed of stamens. Stamens have parts known as filament and anther. Pollen grains are present inside the anther chamber. Inside the anther chamber, pollen grains contain male gametes. കേസരപുടം എന്നത് കേസരങ്ങൾ ചേർന്ന് ഉണ്ടായതാണ്. കേസരത്തിൽ തന്തുകവും പരാഗിയും ഉണ്ട്. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ ഉള്ളത്. പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ. ആൻഡ്രീഷ്യം കഴിഞ്ഞു. ആൺബീജത്തിനെ നമ്മൾ കണ്ടുകെട്ടി. ഇനി ആര് വേണം? പെൺബീജം വേണം. ഗൈനീഷ്യം എന്ന് പറയുന്നതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഗൈനീഷ്യം എന്ന് പറയുന്നതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഓക്കെ ആണ്. അപ്പൊ ഗൈനീഷ്യത്തിൽ ആരൊക്കെ ഉണ്ട്? നമ്മൾ നേരത്തെ ചെമ്പരത്തി പൂവിൽ കണ്ട, എന്റെ ചെമ്പരത്തി പൂ വാടിപ്പോയി. ഇതിന്റെ മുകളിൽ കണ്ടോ ഇങ്ങനെ മറ്റേ എന്താ പറയാ, വെൽവെറ്റ് പോലത്തെ സ്ഥലം കണ്ടോ? ഇത് ഫസ്റ്റ് ഭാഗം, സ്റ്റിഗ്മ, പരാഗണ സ്ഥലം. മുകളിൽ കാണുന്ന ഈ വെൽവെറ്റ് പോലത്തെ ഭാഗമാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിന്റെ താഴെ ഒരു കുഴല് കണ്ടോ? ഈ കുഴൽ എന്ന് പറയുന്നതിനെ നമ്മൾ മുറിച്ച് നോക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ച് നോക്കണം. ഈ കുഴലല്ല, ഇതിന്റെ ഉള്ളിൽ ഒരു സാധനമുണ്ട്, ഒരു വലിയ ട്യൂബ് ഉണ്ട്. ആ ട്യൂബാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്, പരാഗണ സ്ഥലം. മുകളിലത്തെ സ്ഥലം വെൽവെറ്റ് പോലെ റെഡ് കളറിലുള്ള സ്ഥലം. എന്നിട്ട് താഴോട്ടുള്ളത് സ്റ്റൈൽ. ഈ ചുമന്ന ട്യൂബ് മുറിച്ച് നോക്കിയാൽ നമുക്ക് അതിന്റെ ഉള്ളിൽ ഒരു വെള്ള കളർ, ഒരു നൂല് പോലത്തെ സാധനം കാണാം. അതിനെ നമ്മൾ സ്റ്റൈൽ അല്ലെങ്കിൽ ജനിതണ്ട് എന്ന് പറയും. ഏറ്റവും താഴെ ഉണ്ട ഒരു സാധനം കാണും. അതിനെയാണ് ഓവറി അല്ലെങ്കിൽ അണ്ടാശയം എന്ന് പറയുന്നത്. ഈ 3 ഭാഗങ്ങളാണ് ശരിക്കും ഗൈനീഷ്യത്തിൽ ഉള്ളത്. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. കാർപ്പൽ എന്ന് പറയുന്ന ഭാഗങ്ങൾ വെച്ചിട്ടാണ് ഗൈനീഷ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ജനികൾ വെച്ചിട്ടാണ് ജനിപൂടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഗൈനീഷ്യം എന്ന് പറയുന്നതാണ് പൂവിന്റെ പെൺപ്രത്യുൽപാദന ഭാഗം. ജനിപുടമാണ് പൂവിന്റെ പെൺപ്രത്യുൽപാദന ഭാഗം. ജനി എന്ന് പറയുന്നത് കാർപ്പൽ. ഓക്കെ, ഒന്നോ അതിലധികമോ കാർപ്പലുകൾ ഉണ്ടാവാട്ടോ. അപ്പൊ തൽക്കാലം നമുക്ക് ഒന്നാണ്, ചെമ്പരത്തി പൂവിലൊക്കെ ഒന്നാണ്. അപ്പൊ ഇത് കണ്ടോ, ഇതാണ് കാർപ്പലിന്റെ ഫസ്റ്റ് സ്ഥലം. ഇത് പരാഗണ സ്ഥലം, സ്റ്റിഗ്മ. ഇനി ഇവിടെ ഒരു കുഴലുണ്ട്, അതാണ് സ്റ്റൈൽ, ജനിദണ്ട്. എന്നിട്ട് ഇവിടെ ഒരു സാധനം ഉണ്ട്. ഇത് 3നെ ചേർന്നിട്ടാണ് നമ്മൾ കാർപ്പൽ എന്ന് പറയാം. ഓക്കെ, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഓവറിയാണ് അണ്ടാശയം. അണ്ടാശയത്തിന്റെ ഉള്ളിലാണ് ഓവ്യൂൾ. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഓവറി എന്ന് പറയുന്ന ഒരു ബാഗ് പോലെയാണ്. ഓവറിയുടെ ഉള്ളിൽ എന്തുണ്ട്? സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്, ഓവറി ഉണ്ട്. ഓക്കെ, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഓക്കെ, ഇതിന്റെ മലയാളം എന്താണ്? പരാഗണ സ്ഥലം, ജനിതണ്ട്, ഓവറി. ഓക്കെ, അണ്ടാശയം. ഓവറിയുടെ ഉള്ളിൽ ഒന്നോ അതിലധികമോ ഓവ്യൂളുകൾ ഉണ്ടാവും. ഓവ്യൂൾ എന്ന് പറയുന്നതും അറകൾ പോലെയാന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അണ്ടാശയത്തിനുള്ളിലാണ് ഓവ്യൂളുകൾ ഉണ്ട്. ഓക്കെ, ഓവ്യൂളിന്റെ ഉള്ളിലാണ് പെൺബീജം. കണ്ടു കിട്ടിയോ? എഗ്.
എഗ്. ഓവ്യൂളിന് ഓവ്യൂൾ തന്നെയാണ് ഉള്ളത്. എഗ് എന്ന് പറയുന്നത് പെൺബീജം. എന്ത്? പെൺബീജം. ഫീമെയിൽ ഗ്യാമേറ്റ്. ഓക്കെ, ആണെന്ന് പറയുന്ന ഗ്യാമേറ്റ് പരാഗിയുടെ ഉള്ളിലുള്ള ആൻഥറിന്റെ ഉള്ളിലുള്ള പോളൻ ഗ്രെയിനിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഇതോ സ്റ്റിഗ്മ, സ്റ്റൈൽ ഉണ്ട്, ഓവറി ഉണ്ട്. ഓവറിയുടെ ഉള്ളിൽ ഒന്നോ അതിലധികമോ ഓവ്യൂളുകൾ ഉണ്ടാവും. ഓക്കെ, ഓവറി എന്ന് പറയുന്നത് അണ്ഡാശയം. അണ്ഡാശയം. ഓക്കെ, അണ്ഡാശയത്തിന്റെ ഉള്ളിൽ ഓവ്യൂളുകൾ ഉണ്ടാവും. ഓവ്യൂളിന്റെ ഉള്ളിൽ എഗ് ഉണ്ടാവും. എഗ് എന്ന് പറയുന്നതാണ് പെൺബീജം. പെൺബീജം ഉള്ളത്. ഓക്കെ, എഗ് എന്ന് പറയുന്നതിന്റെ ആണ് എന്താണ്? എഗ് എന്ന് പറയുന്നത് അണ്ഡം. എഗ് എന്ന് പറയുന്നതാണ് അണ്ഡം. ഓക്കെ, എഗ് എന്ന് പറയുന്നത് അണ്ഡം. എഗ് ആണ് പെൺബീജം എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ ഗൈനീഷ്യം ഇസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഗൈനീഷ്യം ഇസ് കമ്പോസ്ഡ് ഓഫ് 1 or more കാൽപ്പൽ. ജനിപുടം എന്ന് പറയുന്നതാണ് പൂവിന്റെ പെൺപ്രത്യുൽപാദന ഭാഗം. അതില് ജനികൾ ഉണ്ടാവും. ജനി കാർപ്പലിൽ എന്തൊക്കെ ഉണ്ടാവും? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. എന്തൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. പരാഗണസ്ഥലം, ജനിതണ്ട്, അതുപോലെ തന്നെ അണ്ഡാശയം ഉണ്ടാകും. എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമേറ്റ്. ഫീമെയിൽ ഗ്യാമേറ്റിന്റെ വേറൊരു പേരാണ് എഗ്. അത് എവിടെയാണ് ഉണ്ടാവുക? ഓവറിയുടെ ഉള്ളില് ഓവ്യൂൾ ഉണ്ട്. ഇതാണ് ഓവറി. ഓവറിയുടെ ഉള്ളിൽ കണ്ട കുഞ്ഞു കുഞ്ഞു അറകൾ വേറെ ഉണ്ട്, ഓവ്യൂൾ ഉണ്ട്. ഇത് ഓവറി. ഓക്കെ, ഓവറി ഇത് ഇങ്ങനെ. ഓക്കെ, ഒരു മിനിറ്റ്. ഇത് ഇങ്ങനെ ഓവറി ഉണ്ട് എന്ന് വിചാരിച്ചോ. ഇങ്ങനെ ഓവറി ഉണ്ട്. ഇതിന്റെ ഉള്ളില് ഓവ്യൂളുകൾ ഉണ്ടാവും. ഇവിടെ കുഞ്ഞു കുഞ്ഞു. ഇത് ഓവ്യൂൾ, 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 ഓവ്യൂൾ. പിന്നെ പല രീതികളിൽ അറേഞ്ച്മെന്റ് ഉണ്ട് കേട്ടോ ഓവ്യൂള്. ഈ ഓവ്യൂളിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇത് ഓവറി. ഓവറി എന്ന് പറയുന്നത് എന്താണ്? അണ്ഡാശയം. അണ്ഡാശയത്തിന്റെ ഉള്ളില് ഓവ്യൂൾ ഉണ്ടാവും. ഓവ്യൂൾ. ഓക്കെ, OVULE. ഓവ്യൂളിന്റെ ഉള്ളിലാണ് എഗ് ഉള്ളത്. അണ്ഡാശയത്തിനുള്ളിൽ ഓവ്യൂൾ ഉണ്ട്. ഓവ്യൂളിന്റെ ഉള്ളിൽ പെൺബീജം കാണപ്പെടുന്നു. മനസ്സിലായോ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന്? എവിടെയാണ്? ആൺബീജവും പെൺബീജവും കൂടി ചേർന്നാൽ മാത്രമേ വിത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വിത്ത് ഉണ്ടായാൽ മാത്രമേ അടുത്ത ചെടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആൻഡ്രീഷ്യവും ഗൈനീഷ്യത്തിന്റെ ഉള്ളില് എവിടെയാണ്, അതായത് കേസരപുടത്തിന്റെയും ജനിപുടത്തിന്റെയും ഉള്ളിൽ എവിടെയാണ് മെയിൽ ഗ്യാമേറ്റ് ഉള്ളത്, എവിടെയാണ് ഫീമെയിൽ ഗ്യാമേറ്റ് ഉള്ളത് എന്ന് നമ്മൾ പഠിച്ചു. ആൻഡ്രീഷ്യം ഇസ് മേഡ് അപ്പ് ഓഫ് സ്റ്റേമൻ. സ്റ്റേമൻ ഹാസ് ഫിലമെന്റും ആൻതറും ഉണ്ട്. ആൻതറിന്റെ ഉള്ളിൽ മനോഹരമായി ഒളിച്ചു കിടക്കുന്നത് ആരാണ് മക്കളെ? പോളൻ ഗ്രെയിൻ ആണ്, പരാഗരേണുക്കളാണ്. ആ പരാഗരേണുക്കളുടെ ഉള്ളിലാണ്, പോളൻ ഗ്രെയിൻസിന്റെ ഉള്ളിലാണ് ആൺബീജം ഉള്ളത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ കാർപ്പല് ഈസ് മേഡ് അപ്പ് ഓഫ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. അതെന്തൊക്കെയാ? പരാഗണസ്ഥലം, ജനിതണ്ട്, അതേപോലെ തന്നെ അണ്ഡാശയം. അണ്ഡാശയത്തിന്റെ ഉള്ളിലാണ് ഓവ്യൂളുകൾ ഉള്ളത്. എന്താണ്? അണ്ഡാശയത്തിന്റെ ഉള്ളിലാണ് ഓവ്യൂളുകൾ ഉള്ളത്. ഓവ്യൂളിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് ആരാണ്? പെൺബീജം അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമേറ്റ്. ഫീമെയിൽ ഗ്യാമേറ്റിന്റെ വേറെ പേരാണ് എഗ്. അണ്ഡം. എഗ് അണ്ഡം എന്ന് പറയുന്നത് ഉള്ളത്. ആൺബീജത്തിനെയും കണ്ടുകിട്ടി, പെൺബീജത്തിനെയും കണ്ടുകിട്ടി ഗൈസ്. ഓക്കെ, അപ്പൊ വിച്ച് ആർ ദ പാർട്സ് ഓഫ് സ്റ്റേമൻ? അതായത് എന്തൊക്കെ ഭാഗങ്ങൾ ചേർന്നിട്ട കേസരം ഉണ്ടാവുക? ഒരു കേസരത്തിൽ തന്തുകം ഉണ്ടാവും, ഒരു പരാഗിയും ഉണ്ടാവും. ഇറ്റ് ഹാസ് എ ഫിലമെന്റ് ആൻഡ് ആൻ ആന്തർ. ഇറ്റ് ഹാസ് എ ഫിലമെന്റ് ആൻഡ് ആൻ ആന്തർ അല്ലെ? തന്തുകവും ഉണ്ടാവും, പരാഗിയും ഉണ്ടാവും. വേർ ആർ പോളൻ ഗ്രെയിൻസ് ഫൗണ്ട്? പരാഗരേണുക്കളെ എവിടെയാണ് കാണുന്നത്? എവിടെയാണ് കാണുന്നത്? പോളൻ ഗ്രെയിൻസ് ആർ ഫൗണ്ട് ഇൻസൈഡ് ആന്തർ ചേംബർ. ആന്തർ എന്ന് പറയുന്ന പരാഗകേസര അറകൾക്കുള്ളിലാണ്, ആന്തർ ചേംബറിന്റെ ഇൻസൈഡ് ഉള്ളിലാണ് പോളൻ ഗ്രെയിൻസ് ആർ ഫൗണ്ട്, അതായത് പരാഗരേണുക്കളെ കണ്ടുകിട്ടുന്നത്. പരാഗരേണുക്കൾ എവിടെയാണുള്ളത്? പരാഗരേണുക്കൾ പരാഗകേസര അറകൾക്കുള്ളിലാണ് ഉള്ളത്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇനി വിച്ച് ആർ ദ പാർട്സ് ഓഫ് കാർപ്പൽ? ജനിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കാർപ്പൽ കൺസിസ്റ്റ് ഓഫ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഓവ്യൂൾസ് can be seen inside ovary. അപ്പൊ ജനിക്കുള്ളിൽ പരാഗണ സ്ഥലം, ഇത് പരാഗണ സ്ഥലം, അതുപോലെ തന്നെ ജനിതണ്ട്, അതേപോലെ തന്നെ അണ്ഡാശയം. ഇത്രയും ഉണ്ട്. അണ്ഡാശയത്തിന്റെ ഉള്ളിൽ നമുക്ക് ഓവ്യൂളുകളെ കാണാം. വേർ ഇസ് ഫീമെയിൽ ഗാമേറ്റ് സീൻ? പെൺബീജത്തിനെ എവിടെയാ കാണുന്നത്? എഗ് ഓർ ഫീമെയിൽ ഗാമേറ്റ് ഈസ് ഫൗണ്ട്. എഗ്, നമ്മൾ ഫീമെയിൽ ഗാമേറ്റിന്റെ വേറെ പേരാണ് എഗ് എന്ന് പറയുന്നത്.
ഫീമെയിൽ ഗാമേറ്റിനെ ഓവറിക്കുള്ളിലെ ഓവ്യൂളുകളിൽ കാണാം. The egg or female gamete is found within ovule, which is inside the ovary. Okay. It is found inside the ovule, which is inside the ovary. ഓവറിക്കുള്ളിലെ ഓവ്യൂളിൽ നമുക്ക് ഫീമെയിൽ ഗാമറ്റ്സിനെ കാണാം. അണ്ഡാശയത്തിനുള്ളിലെ ഓവ്യൂളുകളിൽ പെൺബീജം അല്ലെങ്കിൽ അണ്ഡത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും മനസ്സിലായോ? രണ്ടുപേരെയും കണ്ടു കിട്ടി. ഓക്കെ, ഇതാണ് സ്റ്റിഗ്മ സ്റ്റൈൽ. ഇത് കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ, ഇതാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഏറ്റവും മുകളിൽ പെണ്ണിന്റെ കാണാനാണ് പാട്. സ്റ്റിഗ്മ ഉണ്ട്, അതിന്റെ ഉള്ളിൽ ഒരു ദണ്ട്, ഇതിന്റെ ഉള്ളിൽ ഒരു ദണ്ട് ഉണ്ട്. ഓക്കെ, അതിനെയാണ് സ്റ്റൈൽ എന്ന് പറയാ. ഇതാണ്, ഇതിന്റെ ഉള്ളിലാണ് ഓവറി ഉള്ളത്. ഓവറിയുടെ ഉള്ളിലാണ് നമുക്ക് ഓവ്യൂൾ കാണാൻ പറ്റുന്നത്. ഓവ്യൂളിന്റെ ഉള്ളിൽ, അതായത് അണ്ഡാശയം കാണാൻ പറ്റുന്ന, അണ്ഡാശയത്തിന്റെ ഉള്ളിൽ നമുക്ക് ഓവ്യൂളുകൾ കാണാൻ പറ്റും. ഓവ്യൂളിന്റെ ഉള്ളിലാണ് പെൺബീജത്തിനെ കാണാൻ പറ്റുന്നത്. ഇതാണ് ഫിലമെന്റും ആന്തറും. അതായത് നമ്മള് ആന്തർ എന്ന് പറയുന്നത് എന്താണ്? പരാഗി എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഓക്കെ, പരാഗിയുടെ ഉള്ളിലാണ് പരാഗരേണുക്കൾ, അതായത് പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയും നമുക്ക് മനസ്സിലായി. ഇനി ഉള്ളത് എന്താണ്? ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കാണ്. ഇനി ഒരു ഓവറി മാത്രമേ ഉള്ളൂ. ക്യാൻ എ ഫ്ലവർ ഹാവ് ഓൺലി വൺ ഓവറി? ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാകാം. ചില ചെടികളിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടാവും, മൾട്ടിപ്പിൾ ഓവറീസ് ഉണ്ടാവും. സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്, അല്ലെ, പരാഗണ സ്ഥലവും ഉണ്ട്, അതേപോലെ തന്നെ ജനിതണ്ടും ഉണ്ട്. പക്ഷെ ഓവറീസ് മൾട്ടിപ്പിൾ ഉണ്ടാവും. ഇതും ഒന്നിലധികം ഉണ്ടാവും കേട്ടോ. എന്നാലും താഴെയുള്ള ഓവറീസ് ഒന്നിലധികം ഉണ്ടായാൽ അത്രയും ഫ്രൂട്ട്സ് ഉണ്ടാവും, ഫലങ്ങൾ ഉണ്ടാവും. ചില ഫ്ലവേഴ്സിൽ, ചില പൂക്കളിൽ ഒന്നിലധികം ഓവറീസ് ഉണ്ടാവാം. അതിന്റെ അണ്ഡാശയങ്ങൾ കുറെ എണ്ണം ഉണ്ടാവാം. അങ്ങനെ മൾട്ടിപ്പിൾ ഓവറീസ് ആണ് പറയാ. പല ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ള പൂക്കൾ ആരൊക്കെയാണ്? ചില പൂക്കളിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടാവും എന്ന് പറയില്ലേ? അതിന്റെ ഒരു എക്സാമ്പിൾ എന്തൊക്കെയാണ്? ചമ്പകപ്പൂവ്, താമരപ്പൂവ്, ലോട്ടസ്, കസ്റ്റർഡ് ആപ്പിൾ, സീതപ്പഴം എന്ന് പറയില്ലേ? സീതപ്പഴത്തിന്റെ പൂവ്, പോളി ആൽത്തിയ എന്ന് പറയുന്ന അരണ മരപ്പൂവ്. അരണ മരപ്പൂവിലും നമുക്ക് പോളി ആൽത്തിയയിലും നമുക്ക് മൾട്ടിപ്പിൾ ഓവറീസ്, അതായത് ഒന്നിലധികം അണ്ഡാശയങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പൊ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. എക്സാമ്പിൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നു. ചെമ്പകപ്പൂവ്, ചമ്പക്, ലോട്ടസ് താമരപ്പൂവ്, സീതപ്പഴപ്പൂവ്, അത് അരണമരപ്പൂവ്, പോളി ആൽത്തിയ, ഇതിലൊക്കെ മൾട്ടിപ്പിൾ ഓവറീസ്, ഒന്നിലധികം. ഇത് കണ്ടോ, കുറേ ഓവറീസ് ഇവിടെ ഉണ്ട്. കണ്ടോ, പല പല ഓവറീസ് ചുവപ്പിൽ എഴുതാത് കണ്ടോ, പല ഓവറീസ് ഇവിടെ ഉണ്ട്. ഇവിടെയും നമുക്ക് പല ഓവറീസ് കാണാം. ഇതെല്ലാം ഓരോരോ പഴങ്ങളായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ മൾട്ടിപ്പിൾ ഓവറീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ യെസ്, ഫ്ലവേഴ്സ് ക്യാൻ ഹാവ് മോർ ദാൻ വൺ ഓവറി. ചില ഫ്ലവേഴ്സിൽ ഒരു ഓവറി മാത്രം ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കാണ് ആൺപൂവ്, പെൺപൂവ്. ചില പൂക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സം ഫ്ലവേഴ്സ് ഹാവ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട്. ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒരേ പൂവിൽ തന്നെ കാണും. ചെമ്പരത്തി പൂവ്, ലേഡീസ് ഫിംഗർ, വെണ്ടക്കയുടെ പൂവ്, ഇതിലൊക്കെ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം, കേസരപ്പുടവും ജനിപ്പുടവും ഒരേ പൂവിൽ ഉണ്ടാവും. ലേഡീസ് ഫിംഗർ, അതേപോലെ തന്നെ ചെമ്പരത്തി പൂവും ഇതിന്റെ തന്നെ എക്സാമ്പിൾ ആണ്. ചെമ്പരത്തി പൂവേ ചൊല്ല് എന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. നിങ്ങളൊക്കെ ആ സമയത്ത് ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ചെമ്പരത്തി പൂവ് എന്ന് പറയുന്നതിലും കേസരപ്പുടവും ജനിപുടവും ഉണ്ടാവും. ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും രണ്ടെണ്ണം ഒരേ ചെടിയിൽ ഉണ്ടാവും. നമ്മൾ കണ്ടില്ലേ ചെമ്പരത്തി പൂവില്? ദേ കിടക്കണു ആൻഡ്രീഷ്യം, ദേ കിടക്കണു ഗൈനീഷ്യം. കേസരപ്പുടവും ഗൈനീഷ്യവും ഉണ്ടാവും. ചില ചെടികളിൽ നമ്മൾ പറയും ഞാൻ ആൺഭാഗം മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്ന് ഒരു പൂവ് പറയും. മറ്റേ പൂവ് പറയും ഞാൻ പെൺഭാഗം മാത്രമേ ഉണ്ടാക്കുള്ളൂ. ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ ഫൗണ്ട് ഇൻ സെപ്പറേറ്റ് ഫ്ലവേഴ്സ്. മത്തൻ, അത് ആൺപൂവാണ്, ഇത് പെൺപൂവാണ്. ആൺപൂവ് മീൻസ് ആൺഭാഗം മാത്രമേ ഉള്ളൂ, പെൺപൂവ് മീൻസ് പെൺഭാഗം മാത്രമേ ഉള്ളൂ. ആൻഡ്രീഷ്യം ഇസ് ഫൗണ്ട്, ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് കേസരപുടം. മെയിൽ ഫ്ലവേഴ്സിൽ ആൻഡ്രീഷ്യം മാത്രം, കേസരപുടം മാത്രം. ഫീമെയിൽ ഫ്ലവേഴ്സിൽ ഗൈനീഷ്യം മാത്രം, ജനിപുടം മാത്രം. അപ്പൊ രണ്ടും ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും വ്യത്യസ്ത പൂക്കളിൽ കാണപ്പെടും. വ്യത്യസ്ത പൂക്കളിൽ, അത് ഒരേ ചെടിയിലാവാം, മൾട്ടിപ്പിൾ ചെടിയിലാവാം. ഓക്കെ, ചില സ്ഥലത്ത് ഒരേ ചെടിയിൽ കാണും, ചില എന്താ പറയാ, ചില സസ്യങ്ങളിൽ, ചില പ്ലാന്റ്സിൽ മൾട്ടിപ്പിൾ ചെടിയിലായിരിക്കും കാണും. പപ്പായയിലൊക്കെ വേറെ വേറെ ചെടിയിലായിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പൊ മത്തനിൽ എങ്ങനെയാ? ആൻഡ്രീഷ്യം, ആൺപൂവ് വേറെ പെൺപൂവ് വേറെ, ഒരേ ചെടിയിൽ തന്നെ പൂക്കും. ആൺപൂവില് ആൻഡ്രീഷ്യം മാത്രം, പെൺപൂവില് ഗൈനീഷ്യം മാത്രം. അപ്പൊ ആൺപൂവ് ഇവിടെ ആൺപൂവില് മെയിൽ
male flowers will have only andrecium. ഇവിടെ female flowers will have only പെൺപൂവില് gynoecium only. Okay, that is andrecium and gynoecium are found in different flowers. Okay, ladies finger, ചെമ്പരത്തി, വെണ്ടയ്ക്ക അങ്ങനത്തെ സാധനങ്ങളിൽ andrecium and gynoecium are found in the സെയിം ഫ്ലവർ. രണ്ടുപേരും കേസരപൂടവും ജനിപൂടവും ഒരേ പൂവിൽ കാണുന്നു. ഓക്കെ, അങ്ങനെയുള്ള പൂക്കൾക്ക് പേരുണ്ട്. പേരിടാതെ നമ്മൾ പോകുന്നത് ശരിയല്ല. ഇൻ സം ഫ്ലവേഴ്സ് andrecium and gynoecium are found in the same flower. ഒരേ പൂവിൽ രണ്ടുപേരും കാണപ്പെടുന്നു, ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും കാണപ്പെടുന്നു. പക്ഷെ ചില പൂക്കളുണ്ട്, ചില ചെടികളുണ്ട് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും വേറെ വേറെ പൂക്കളിൽ ആണ് കാണപ്പെടുന്നത്. ഇത് ഒരേ ചെടിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഒരു ചെടി എടുത്തു എന്ന് വിചാരിച്ചോ, ഒരു ചെടിയില് ഈ പറയുന്നത് പോലെ ഇത്, അയ്യോ എന്റെ വരപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ആൺപൂവ്, ചുവപ്പിൽ ആൺപൂവാണെന്ന് വിചാരിച്ചോ, ഇത് പെൺപൂവാണെന്ന് വിചാരിച്ചോ. Okay, this is on guys, this is male. Okay, this is male, this is പെൺപൂവ്. Okay, ഇത് പെൺപൂവ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മെയിൽ ഫ്ലവേഴ്സ് ആർ ഫ്ലവേഴ്സ് ഇൻ വിച്ച് ആൺപൂവിൽ എന്താണ് ആൻഡ്രീഷ്യം ഓൺലി, ആൻഡ്രീഷ്യം മാത്രം. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസരപുടം മാത്രമേ ഇതിൽ കാണുള്ളൂ. ഇതിൽ ഗൈനീഷ്യം, പെൺപൂവില് ഗൈനീഷ്യം മാത്രം, അതായത് ജനിപുടം മാത്രമേ കാണുകയുള്ളൂ. ഇനി ഇതിന് പേരുകളുണ്ട്. ഓക്കെ, ഇനി വേറൊരു ചെടി നമ്മൾ വരച്ചു എന്ന് വിചാരിച്ചു, നീല കളർ ചെടി വരയ്ക്കാം. ഓക്കെ, ഈ നീല കളർ ചെടിയുടെ പ്രത്യേകത എന്താ? ഓക്കെ, ഈ നീല കളർ ചെടിയുടെ ബൈസെക്ഷനിൽ വരയ്ക്കാം. ഈ നീല കളർ ചെടിയില് ആൺഭാഗവും ഉണ്ടാവും പെൺഭാഗവും. ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം, ജനിപുടവും കേസരപുടവും രണ്ടുപേരും ഉണ്ടാവും. പച്ച കളറും റെഡ് കളർ രണ്ടുപേരും ഒരേ ഫ്ലവറിൽ ഉണ്ടാവും. ഓക്കെ, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. അപ്പൊ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്നാണ് അതിന് പറയാം. when andrecium and gynoecium are present in the same flower, അതിന് നമ്മൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ദ്വിലിംഗ പുഷ്പങ്ങൾ എന്ന് നാമകം നൽകും. എന്താണ്? ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. Bisexual flowers are also known as മലയാളത്തിൽ ദ്വിലിംഗ പുഷ്പങ്ങൾ. പുഷ്പങ്ങൾ എഴുതാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾ എഴുതിക്കോളൂ. ഓക്കെ, അതേസമയം ഇങ്ങനത്തെ പുഷ്പങ്ങൾ എന്താണ്? ഇങ്ങനത്തെ പുഷ്പം എന്ന് പറയുന്ന ആൻഡ്രീഷ്യം ഒരു പൂവില്, ഗൈനീഷ്യം വേറെ പൂവിൽ, കേസരപുടം ഒരു പൂവിൽ, ഗൈനീഷ്യം അതായത് ജനിപുടം വേറൊരു പൂവിൽ, ആൺപൂവ് പെൺപൂവ് സെപ്പറേറ്റ്. അങ്ങനെയുള്ളവരെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയും. നമ്മൾ എന്ത് പറയും? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഓക്കെ, അത് ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് നമ്മൾ പറയും. ഫ്ലവേഴ്സ് വിച്ച് പൊസസ് ഈതർ ആൻഡ്രീഷ്യം, ഈതർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ ഗൈനീഷ്യം മാത്രമുള്ളവയെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയും. കേസരപുടം, ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് ഏകലിംഗ പുഷ്പങ്ങൾ. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഹാവ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇൻ ദ സെയിം ഫ്ലവർ. ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണുന്നവരാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ മക്കളെ? ഓക്കെ, ബൈസെക്ഷൽ ഫ്ലവേഴ്സിന്റെ എക്സാമ്പിൾ ഷൂ ഫ്ലവർ, അതായത് ചെമ്പരത്തി പൂവ്, ലേഡീസ് ഫിംഗറിന്റെ ഫ്ലവർ വെണ്ടക്കയുടെ പൂവ്. അതേസമയം യൂണിസെക്ഷൽ ഫ്ലവറിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടു അല്ലെ? എന്താണ്? മത്തന്റെ പൂവ്, പംകിൻ ഫ്ലവർ, പംകിനിന്റെ ഫ്ലവർ, അതേപോലെ തണ്ണിമത്തന്റെ പൂവ്, പപ്പായയുടെ പൂവ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന്റെ. എനിക്ക് തോന്നുന്നത് അടുത്ത സൈഡിൽ ഇതിന്റെ എക്സാമ്പിൾ ഉണ്ട്. അതെ, ആർ പംകിൻ സീഡ്സ് പംകിൻ ഫ്ലവേഴ്സ് യൂണിസെക്ഷൽ? മത്തന്റെ പൂക്കൾ ഏകലിംഗ പുഷ്പങ്ങളാണോ? യെസ്, യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. ബിക്കോസ് ദിസ് മീൻസ് സിംഗിൾ പംകിൻ പ്ലാന്റ്, ഒരു പംകിന്റെ ചെടി, ഒരു മത്തൻ ചെടിയിൽ രണ്ട് തരത്തിലുള്ള പൂക്കൾ ഉണ്ടാവും, മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും. അതെ, മത്തങ്ങയുടെ ചെടികളുടെ പൂക്കൾ ഏകലിംഗികളാണ്. അതായത് ഒരു മത്തന്റെ ചെടിയിൽ തന്നെ രണ്ട് വ്യത്യസ്ത തരം പൂക്കൾ ഉണ്ടാവാം. ആൺപൂക്കളും ഉണ്ടാവും പെൺപൂക്കളും ഉണ്ടാവും. മെയിൽ ഫ്ലവേഴ്സ് വിൽ ബി ദെയർ, ഫീമെയിൽ ഫ്ലവേഴ്സ് വിൽ ബി ദെയർ. സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ സെയിം പ്ലാന്റ്, ഒരേ പ്ലാന്റിൽ. ഈസ് ലേഡീസ് ഫിംഗർ ഫ്ലവർ യൂണിസെക്ഷൽ ഓർ ബൈസെക്ഷൽ? എന്തുകൊണ്ട്? വെണ്ടയുടെ പൂവ് ഏകലിംഗ പുഷ്പമാണോ ദ്വിലിംഗ പുഷ്പമാണോ? വെണ്ടയുടെ പൂവ്, ലേഡീസ് ഫിംഗർ ഫ്ലവർ ഇസ് ബൈസെക്ഷൽ. വെണ്ടയുടെ പൂവ് ദ്വിലിംഗ പുഷ്പമാണ്. This means that lady's finger flower contains both male
and female reproductive part. ആൺ പ്രത്യുൽപാദന ഭാഗവും പെൺപ്രത്യുൽപാദന ഭാഗവും ഒരേ പൂവിൽ ഉണ്ടാകും എന്നുള്ളതാണ് ബൈസെക്ഷൽ ഫ്ലവറിന്റെ അർത്ഥം എന്ന് പറയുന്നത്. വെണ്ടയുടെ പൂവ് ബൈസെക്ഷൽ ഫ്ലവർ ആണ്. ഇനി ഇതിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാ? യൂണിസെക്ഷൽ ഫ്ലവേഴ്സില് പാവൽ, ബിറ്റർ ഗാർഡ്, പപ്പായ യൂണിസെക്ഷൽ ഫ്ലവർ ആണ്. കുക്കുംബർ, വെള്ളരി, ഇവരെല്ലാവരും ഒരേ ഫാമിലി പെട്ട ആൾക്കാരാണ് കേട്ടോ. അപ്പൊ ബിറ്റർ ഗാർഡ്, പാവയ്ക്ക, മറ്റേ പപ്പായ, അതേപോലെ വെള്ളരി, അതേപോലെ മത്തങ്ങ എന്ന് പറയുന്ന പംകിൻ, ഇതൊക്കെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ആൺപൂവ് പെൺപൂവ് സെപ്പറേറ്റ്, ഓൺലി ആൻഡ്രീഷ്യം ഇസ് പ്രസന്റ് അല്ലെങ്കിൽ ഗൈനീഷ്യം ഇസ് പ്രസന്റ്. ബൈസെക്ഷൽ ഫ്ലവേഴ്സിന്റെ എക്സാമ്പിൾ, അതായത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഒരേ പൂക്കളിലുണ്ട്. കേസരപ്പുടവും ജനിപ്പുടവും ഒരേ പൂക്കളിലുള്ളത് ഏതൊക്കെയാ? ചെമ്പരത്തി പൂവ് വിച്ച് ഇസ് ഷൂ ഫ്ലവർ, വഴുതനങ്ങ വിച്ച് ഇസ് ബ്രിഞ്ചോൾ, ലേഡീസ് ഫിംഗർ വിച്ച് ഇസ് വെണ്ടയ്ക്ക, തക്കാളി വിച്ച് ഇസ് ടൊമാറ്റോ. ഓക്കെ, ഇതെല്ലാം ബൈസെക്ഷൽ ഫ്ലവേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇത് പഠിച്ചു വെക്കണം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ പ്ലാന്റ്സ് ടു. നമ്മൾ നേരത്തെ പറഞ്ഞു മത്തങ്ങ, ഒരു മത്തന്റെ ചെടിയിൽ 2 പൂക്കൾ ഉണ്ടാവും. ആൺപൂവും ഉണ്ടാവും പെൺപൂവും ഉണ്ടാവും. ഇനി ഒരു ചെടി തീരുമാനിക്കാണ് ഞാൻ ആൺപൂക്കൾ മാത്രമേ ഉണ്ടാക്കുള്ളൂ, മറ്റേ ചെടി തീരുമാനിക്കാണ് ഞാൻ പെൺപൂക്കൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന്. അപ്പൊ ആൺപൂക്കൾ മാത്രം ഉണ്ടാക്കുന്ന ചെടി, ദിസ് ഇസ് ആൺചെടി. എന്താണ് ആൺചെടി? ആൺചെടി, ഇതിലെ എല്ലാ പൂക്കളും ആൺപൂക്കളാണ്. എല്ലാ പൂക്കളും ആൺപൂക്കളാണ്. ഓക്കെ, ഇതിലെ അതേ സമയം എല്ലാ പൂക്കളും പെൺപൂക്കളാണ്. എല്ലാ പൂക്കളും പെൺപൂക്കളാണ്. ഓക്കെ, ദിസ് ഇസ് പെൺപൂവ്, ഫീമെയിൽ ഫ്ലവർ. പ്ലാന്റ് തന്നെ തീരുമാനിക്കാണ്. അപ്പൊ നേരത്തെ നമ്മൾ മത്തങ്ങയിൽ എങ്ങനെയാ കണ്ടേ? സേ ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് മത്തങ്ങ ഗൈസ്, ദിസ് ഇസ് മത്തങ്ങ. ഓക്കെ, ഇതിലെ ഒരെണ്ണം ആൺപൂവാണ്, അതേസമയം വേറൊരെണ്ണം പെൺപൂണ്ട്, ഒരേ ചെടിയിലാണ്. ഓക്കെ, ബട്ട് ദെൻ നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാ? There are plants with only male flowers and plants with only female flowers. ആൺപൂക്കൾ മാത്രമുള്ള സസ്യങ്ങളുണ്ട്, പെൺപൂക്കൾ മാത്രമുള്ള ചെടികളും നമ്മുടെ ചുറ്റുമുണ്ട്. Plants with only male flowers are known as male plants. Plants with only female flowers are known as female plants. ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളെ ആൺസസ്യങ്ങളെന്നും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളെ പെൺസസ്യങ്ങൾ എന്നും നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ആൺസസ്യങ്ങൾ അതായത് മെയിൽ പ്ലാന്റ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഫീമെയിൽ പ്ലാന്റ്സ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? Female plants are those in which only female flowers are produced. Male plants are those in which only male flowers are produced. ആൺപൂക്കൾ മാത്രം കാണപ്പെടുന്നവരെ ആൺസസ്യങ്ങളെന്നും പെൺപൂക്കൾ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളെ പെൺസസ്യങ്ങൾ എന്നും നമ്മൾ പറയും. ഓക്കെ, ഇനി ഇതിന് പേരിടണമല്ലോ. എങ്ങനെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കാന്ന് ആലോചിക്കുന്ന ആൾക്കാരല്ലേ? ഏകലിംഗ സസ്യങ്ങൾ, ഡൈഷ്യസ് പ്ലാന്റ്സ്. ഏകലിംഗ സസ്യങ്ങൾ, ഡൈഷ്യസ്. മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും വേറെ ചെടികളിലാണ് എന്നുണ്ടെങ്കിൽ അവരെ ഡൈഷ്യസ് പ്ലാന്റ്സ്. അതായത് ഇത് ആൺപൂവ് മാത്രം ഉണ്ടാക്കും. വേറൊരു ചെടി നമ്മൾ തീരുമാനിച്ചു, പപ്പായ ആണ് എക്സാമ്പിൾ കേട്ടാ. പപ്പായ പറഞ്ഞു ഇതിൽ ഞാൻ ആണ് മാത്രം ഉണ്ടാക്കും, ഇതിൽ ഞാൻ പെണ്ണു മാത്രം ഉണ്ടാക്കും. ഇങ്ങനെയുള്ളവരെ ഡൈഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയും. മെയിൽ ഫ്ലവേഴ്സ്, ഇതൊരു പുസ്തകത്തിലുണ്ടല്ലോ, ഇങ്ങനെ വേറെ കളർ ഇട്ടിട്ടൊന്ന് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടും. ഡൈഷ്യസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഏകലിംഗ സസ്യങ്ങൾ എന്ന് നമ്മൾ പറയും. ഇഫ് മെയിൽ ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഇൻ വൺ പ്ലാന്റ്, ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഇൻ എ ഡിഫറെന്റ് പ്ലാന്റ്, ദെൻ ദേ ആർ നോൺ ആസ് ഡൈഷ്യസ് പ്ലാന്റ്സ്. അതായത് ആൺപൂക്കളും പെൺപൂക്കളും വേറെ സസ്യങ്ങളിലാണെങ്കിൽ അങ്ങനെയുള്ളവരെ ഏകലിംഗ സസ്യങ്ങൾ, ഡൈഷ്യസ് ഏകലിംഗ സസ്യങ്ങൾ, ഡൈഷ്യസ് പ്ലാന്റ്സ് ഏകലിംഗ സസ്യങ്ങൾ എന്ന് പറയും. ഇതിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാ? ഈന്തപ്പന വിച്ച് ഇസ് ഡേറ്റ്സ്. നമ്മളെ മറ്റേ ദുബായിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും കുറെ കൊണ്ടുവരില്ലേ ഈന്തപ്പന. കുടംപുളി എന്ന് പറയുന്നത് മലബാർ ടാമറിൻഡ്. ഓക്കെ, നട്ട്മെഗ് എന്ന് പറയുന്നത് ജാതിക്ക. ഓക്കെ, പപ്പായയുടെ ചെടി. ഇതൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഉദാഹരണങ്ങൾ എല്ലാം കൂടി ഒരു ടേബിളിൽ ഇട്ട് തരാട്ടോ ടീച്ചറെ, അങ്ങനെ പഠിക്കണം. ഇത് എല്ലാ ഉദാഹരണങ്ങളും തമ്മിൽ തെറ്റിപ്പോവും അല്ലെങ്കിൽ. ഓക്കെ, യൂണിസെക്ഷൽ, ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഡൈഷ്യസ് പ്ലാന്റ്സ് ഉണ്ട്. അടുത്തത് പഠിക്കാൻ പോകുന്നത് മൊണീഷ്യസ് പ്ലാന്റ്. മൊണീഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ മെയിൽ വേറെ ഫീമെയിൽ വേറെ ആയിരുന്നു. ഇത് ഒരു ചെടി അങ്ങോട്ട് തീരുമാനിച്ചു, ചേട്ടാ
വി ആർ ഗോയിങ് ടു പ്രൊഡ്യൂസ്, നമ്മൾ മെയിലും ഫീമെയിലും ഒരെണ്ണത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് പറഞ്ഞു? ഒരെണ്ണത്തിൽ തന്നെ മെയിൽ ഫ്ലവേഴ്സും ഉണ്ടാവും, ഫീമെയിൽ ഫ്ലവേഴ്സും ഉണ്ടാവും. മോണീഷ്യസ് പ്ലാന്റ്സ് ആർ ദോസ് വിച്ച് ഹാവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ ദ സെയിം പ്ലാന്റ്. കുക്കുംബർ വെള്ളരിക്ക, പംകിൻ അതായത് മത്തങ്ങ, ആഷ് ഗാർഡ് എന്ന് പറയുന്നത് എന്താണ്? കുമ്പളങ്ങ. സ്നേക് ഗാർഡ്, ഓക്കെ, പടവലങ്ങ, വെള്ളരി, മത്തൻ, കുമ്പളം, പടവലം. വെള്ളരി, മത്തൻ, കുമ്പളം, പടവലം, തെങ്ങ്, ഇതൊക്കെ ദ്വിലിംഗ സസ്യങ്ങളാണ്. കോക്കനട്ട് ഒക്കെ മൊണീഷ്യസ് പ്ലാന്റ്സ് ആണ്. ദ്വിലിംഗ സസ്യങ്ങൾ, മൊണീഷ്യസ് പ്ലാന്റ്സ്. ആക്ച്വലി ഇതിൽ ഇംഗ്ലീഷും മലയാളത്തിന്റെ മോണോ എന്ന് സാധാരണ പറഞ്ഞാൽ വണ്ടാണ്, പക്ഷെ ഇവിടെ ഏകലിംഗം, ദ്വിലിംഗം എന്ന് പറയുന്നത് രണ്ടാണ്. ഓക്കെ, അവിടെ ഒരു കുഞ്ഞ് മാറ്റം ഉണ്ട്, അതിനനുസരിച്ചിട്ട് പഠിക്കാം. ഓക്കെ, മൊണീഷ്യസ് പ്ലാന്റ്സ് ആർ ഒരു പ്ലാന്റിൽ മെയിലും ഉണ്ടാവും ഫീമെയിലും ഉണ്ടാവും, അവരെയാണ് മൊണീഷ്യസ് പ്ലാന്റ്സ് എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, ഇതിന്റെ ഉദാഹരണങ്ങൾ കാണാതെ പഠിക്കണം. ഒരു ഉദാഹരണം പഠിക്കുമ്പോൾ മറ്റു തൊട്ട് മുന്നേ എന്താണ് പഠിച്ചത് എന്നുള്ളതും കൂടിയിട്ട് നിങ്ങൾ നോക്കാം. ഇതാണ് നമ്മൾ പഠിച്ചത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, ഏകലിംഗ പുഷ്പങ്ങൾ. അതായത് ആൺപൂവ് വേറെ പെൺപൂവ് വേറെ, അവരെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് നമ്മൾ പറയും. ആൺ വേറെ പെൺ വേറെ, ഓക്കെ, ഇവരെ നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ബിറ്റർ ഗാർഡ്. എന്തൊക്കെയാണ്? ബിറ്റർ ഗാർഡ് ഉണ്ട്, അതായത് പാവയ്ക്ക, പപ്പായ, വെള്ളരിക്ക ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ബൈസെക്ഷൽ ഫ്ലവേഴ്സ്, ചെമ്പരത്തി, രണ്ടുപേരും ഒരെണ്ണത്തിൽ, ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും, കേസരപുടവും ജനിപുടവും ഒരെണ്ണത്തിൽ തന്നെ. ചെമ്പരത്തി, വഴുതനങ്ങ, തക്കാളി ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇത് കാണാതെ പഠിക്കണം, എല്ലാ എക്സാമ്പിൾസും എല്ലാം കാണാതെ പഠിക്കണം. ഡൈഷ്യസ് പ്ലാന്റ്സ്, ഏകലിംഗ സസ്യങ്ങൾ, അതായത് ഒരു ചെടി ആണുണ്ടാക്കും, വേറൊരു ചെടി പെണ്ണുണ്ടാക്കും. ഈന്തപ്പന, ജാതിക്ക, പപ്പായ ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. മറ്റേ കുടംപുളി, മലബാർ, ടാമറിൻഡ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. മൊണീഷ്യസ് പ്ലാന്റ്സ്, ദ്വിലിംഗ സസ്യങ്ങൾ. കുക്കുംബർ വെള്ളരിക്ക, നമ്മള് ആഷ് ഗാർഡ്, പംകിൻ, ആഷ് ഗാർഡ്, മത്തങ്ങ, കോക്കനട്ട്, അതെ, കുമ്പളം, ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. കോക്കനട്ട് ട്രീ, സ്നേക് ഗാർഡ്, പടവലങ്ങ ഒക്കെ മൊണീഷ്യസ് പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രേ നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ആൻഡ്രീഷ്യം, അതായത് ആൺ പ്രത്യുൽപാദന അവയവം എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ ഭാഗങ്ങൾ, പെൺ പ്രത്യുൽപാദന അവയവം, ജനിപുടത്തിന്റെ ഭാഗങ്ങൾ, അതായത് ഗൈനീഷ്യത്തിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. അതിൻ്റെ ഉള്ളിൽ എവിടെയാണ് ആൺബീജം ഒളിച്ചിരിക്കുന്നത്, പെൺബീജം ഒളിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? ആൺപൂക്കൾ മാത്രം, പെൺപൂക്കൾ മാത്രമുള്ള പൂക്കളുടെ കാര്യം പറഞ്ഞു. രണ്ട് ഭാഗങ്ങളും ഒന്നിച്ചുള്ള ബൈസെക്ഷൽ ഫ്ലവേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഡൈഷ്യസ് പ്ലാന്റ്സ്, ആൺപൂവിനെ മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്ന് തീരുമാനിച്ച പ്ലാന്റ്സ്, പെൺപൂവിനെ മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്ന് തീരുമാനിച്ച പ്ലാന്റ്സിന്റെ, ഡൈഷ്യസ് പ്ലാന്റ്സിന്റെ കാര്യം പറഞ്ഞു. എന്നാൽ രണ്ടുപേരെയും ഉണ്ടാക്കുമെന്ന് തീരുമാനിച്ച പ്ലാന്റ്സിന്റെ കാര്യം, മൊണീഷ്യസ് പ്ലാന്റ്സിന്റെ കാര്യവും പറഞ്ഞു. അപ്പൊ ഇത്രയാണ് ഇന്ന് പഠിച്ചത്. മക്കൾ, ഈ എക്സാമ്പിൾസ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ പേരുകളും കൺഫ്യൂഷൻ ഉണ്ടാവും. 2-3 പ്രാവശ്യം പറഞ്ഞു നോക്കുക. ഒരു 3 ദിവസം കണ്ടിന്യൂസ് നിങ്ങൾ ഇത് വീണ്ടും വീണ്ടും പറയണം. ആദ്യത്തെ ദിവസം ഓർമ്മയുണ്ടാവും, രണ്ടാമത്തെ ദിവസം ഓർമ്മ കുറയും. അപ്പോൾ ഒരിക്കൽ കൂടി റിവൈസ് ചെയ്യുക, കാണാതെ പറഞ്ഞിട്ട് പിന്നെ റിവൈസ് ചെയ്യുക. മൂന്നാമത്തെ ദിവസം ഒരിക്കൽ കൂടി കാണാണ്ട് പറഞ്ഞിട്ട് റിവൈസ് ചെയ്യുക. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഒരിക്കൽ കൂടി എടുത്തു നോക്കാം. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം പോലും വേണ്ട. ഇതിന് വേണ്ടിയിട്ട് പരീക്ഷയുടെ മുന്നേ നമ്മൾ 10 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും അപ്പ 10 മിനിറ്റ് പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് മറക്കില്ല. ഹയർ സ്റ്റഡീസിനും ഭാവിയിലും ഇത് ഭയങ്കര പ്രയോജനം ചെയ്യും. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നോട്ടൊക്കെ എഴുതുക, കമന്റ് ഇടുക, എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ, എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നൊക്കെ നമ്മൾ കമന്റ് ഇടുക. ഓക്കെ, താങ്ക് യു.